കർത്താവിന് മഹത്വം. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ റോബിൻ ബ്രദറിനെ കർത്താവിൻ്റെ വേലയ്ക്കായി കരമിച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇംഗ്ലീഷ് സർവീസിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് അദ്ദേഹം ആ നിലകളിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സഭയ്ക്ക് AGMBMC അയച്ച ഒരു ശുശ്രൂഷകനും സഹ ശുശ്രൂഷകനായി കർത്താവിനദാസൻ പാസ്റ്റർ ജോസഫ് തോമസും ഉണ്ട്. മറ്റ് സഹോദരങ്ങളൊക്കെ ശുശ്രൂഷയ്ക്കുള്ള അവസരോചിതം പോലെ കാര്യങ്ങൾ അവർക്കും അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നുണ്ട്. ഈ സഭയുടെ വളർച്ചയ്ക്കും ഈ സഭയുടെ എല്ലാവിധ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും ആത്മീയവും ഭൗതികവും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സഹകരണവും ഇതുവരെ ഉണ്ടായിരുന്നു. തുടർന്നും കർത്താവ് അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരുമിച്ച് ഒരു പാട്ടുപാടി കർത്താവിന് മഹത്വം പറയാം. കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ പണിയേണമേ. ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ ഒന്നു പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. കൃപയേകണേ ആത്മാവിനാ സമ്പൂർണമായി നിലനിന്നിടാൻ. കൃപയേകണേ ആത്മാവിനാ സമ്പൂർണമായി നിലനിന്നിടാൻ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോയിടുവാ ഇടയാകല്ലേ നാഥാ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോയിടുവാ ഇടയാകല്ലേ നാഥാ. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക.
വചനത്താൽ നിലനിന്നിടാ നാഥാനിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാ എന്നെ ഒരുക്കിയിടുക വചനത്താൽ നിലനിന്നിടാ നാഥാനിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ പണിയേണമേ ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ കുശവന്റെ കൈ മൺപാത്രം പോ എന്നെ പണിയേണമേ. പ്രിയ റോബിൻ ബ്രദറിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ നമ്മുടെ 40th ആനിവേഴ്സറിക്ക് ജോസ് ചാന കരം വെച്ച് ഐസക് സാറ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്നു എങ്കിലും എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ വേണ്ടി കൂടെ അദ്ദേഹത്തെ കൂടെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ നിലകളിൽ ക്രമീകരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും തുടർന്നുള്ള ശുശ്രൂഷകളും സാറ് നിർവഹിക്കുന്നതായിരിക്കും. നാട്ടിൽ നിന്ന് റോബിൻ ബ്രദറിൻ്റെ ചില കുടുംബാംഗങ്ങളോ സഹോദരങ്ങളോ ഒക്കെ സ്നേഹിതരോ ഒക്കെ ഇതിനകത്ത് സൂമിലൂടെ പങ്കെടുക്കുന്നു ഞാൻ ചിന്തിക്കുന്നു. ഡോക്ടർ സന്തോഷ് ജോൺ, പാസ്റ്റർ ജോമോൻ, AGMDC പ്രയറിൻ്റെ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ, അങ്ങനെ ചിലർ ഇതിൽ സൂമിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ബ്രദർ ബൽറാം ഫ്രം നേപ്പാൾ ചർച്ച്, പാസ്റ്റർ ഐസക് ഫ്രം ഉറുദു ചർച്ച്, Brother Prince from English Church. They are also with us. We welcome you to this special ceremony. God bless you. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടതിന് സാറിന് സമയം വേർതിരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. റോബിൻ ഗീവർഗീസ്, കൊല്ലം ശാസ്താംകോട്ട മേഴ്സി ഭവനത്തിൽ ഗീവർഗീസിൻ്റെയും മേഴ്സി ഗീവർഗീസിൻ്റെയും മകൻ, ഭാര്യ അനു റോബിൻ, മക്കൾ ആൻ മെറി റോബിൻ, ജോഷുവ റോബിൻ. 2010 ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് ഏകനായി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. 2010 സെപ്റ്റംബർ 3 വിശ്വാസ സ്നാനം സ്വീകരിച്ചു. 2014 ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ നിറയ്ക്കുവാനിടയായി. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന ബിരുദം കരസ്ഥമാക്കിയ ശേഷം നിലവിൽ അദ്ദേഹം മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന കോഴ്സിൻ്റെ വിദ്യാർത്ഥിയാണ്. ദോഹ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ട്രഷറർ ആയി സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ ദോഹ AG മിഷൻ ഡയറക്ടർ, സൺഡേ സ്കൂൾ അധ്യാപകൻ, അബുനക്കൽ ഏരിയ കോർഡിനേറ്റർ, സഭാ കമ്മിറ്റി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നതിനോടൊപ്പം ഇംഗ്ലീഷ് ചർച്ചിൻ്റെ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി വരുന്നു.
ദൈവത്തിന് മഹത്വം. ഇവിടെ പാസ്റ്റർ അനൗൺസ് ചെയ്തതുപോലെ പ്രിയപ്പെട്ട ദേവദാസൻ റോബിനെ ഇവിടെയുള്ള സഭയുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശുശ്രൂഷകനായിട്ട് നിയമിക്കുന്ന, പ്രാർത്ഥിച്ചു വേർതിരിക്കുന്ന സമയമാണ് ഈ സമയം. എന്താണ് അസംബ്ലീസ് ഓഫ് ഗോഡ് സംവിധാനത്തിൽ ഇതെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയണം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലേ ആശയം വ്യക്തമാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നത് ലോകവ്യാപകമായ ഒരു വലിയ പെന്തക്കോസ്ത് സമൂഹമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സമൂഹമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അതിൻ്റെ 8 കോടിയോളം അംഗങ്ങളുള്ള ഒരു വലിയ സമൂഹം. ലോകത്തിലെ ഏറെക്കുറെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്. അങ്ങനെയുള്ള ഈ വലിയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് മലയാളം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രവർത്തനം. പെന്തക്കോസ്ത് പ്രവർത്തനം ആരംഭിച്ച ആദ്യകാലത്ത് തുടങ്ങിയ സമൂഹമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനം. ഇന്ത്യയിലെയും ആദ്യത്തെ പെന്തക്കോസ്ത് സമൂഹം സഭ പ്രസ്ഥാനം അസംബ്ലീസ് ഓഫ് ഗോഡാണ്. 1915 ഒടുവിൽ 16 കേരളത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം പ്രവർത്തനം ആരംഭിച്ചു. 1914 അസംബ്ലീസ് ഓഫ് ഗോഡ് സ്ഥാപിതമായത്. അമേരിക്കയിൽ സ്ഥാപിതമായ ഒരു സഭയാണ്. നവീന കാലത്തെ പെന്തിക്കോസ്ത് ഉണർവിൻ്റെ ഡയറക്റ്റ് റിസൾട്ടാണ് ദി ഫോർമേഷൻ ഓഫ് ദി അസംബ്ലീസ് ഓഫ് ഗോഡ്. പെന്തിക്കോസ്ത് ഉണർവ് വന്നപ്പോൾ യാഥാസ്ഥിതിക സഭകളിൽ നിന്നവർ അവർക്കവിടെ സ്ഥാനമില്ലാതായി. അവർ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ നേരത്തെ നിന്ന് സഭകൾ അവരെ പുറത്താക്കി. അങ്ങനെ പുറത്തായ ഈ പെന്തിക്കോസ്ത് വിശ്വാസികൾ 1914 ഒരിടത്ത് ഒത്തുകൂടി അങ്ങനെ ഒരു സഭയായി, സമൂഹമായി രൂപപ്പെട്ടതാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ആ കാലത്ത് തന്നെ ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും ഈ പെന്തിക്കോസ്ത് സന്ദേശവുമായി അസംബ്ലീസ് ഓഫ് ഗോഡുകാർ പോയി. 1915 അതിൻ്റെ പ്രവർത്തകർ 1906 വലിയൊരു ഉണർവ് ഉണ്ടായത്. ആ ഉണർവിൽ പ്രത്യേകം സ്പർശിക്കപ്പെട്ട ഒരാൾ ഇന്ത്യയിലേക്ക് വന്നു, ബോംബെയിൽ വന്നു, അവിടുന്ന് കർണാടകത്തിൽ വന്നു, കർണാടകത്തിൽ നിന്ന് കേരളത്തിലാണ് പിന്നെ പ്രവർത്തനം നടത്തി. അങ്ങനെ ആരംഭകാലത്ത് സുവിശേഷത്തോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച നാടാണ് കേരളം. ബാക്കി ദേശങ്ങൾ അത്രയും സുവിശേഷത്തോട് പ്രതികരിച്ചില്ല. അങ്ങനെ 1916 മുതൽ കേരളത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുണ്ട്. അത് ഓർഗനൈസ്ഡായി, സിസ്റ്റമാറ്റിക്കായി അത് സ്ഥാപിക്കപ്പെടുകയും 1947 മലയാളം ഡിസ്ട്രിക്റ്റ് എന്ന പേരിൽ തന്നെ ഓർഗനൈസ്ഡായിട്ട് അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യ മുഴുവൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം നിലവിലുണ്ട്. ഇപ്പോഴത്തെ കൃത്യം സംഖ്യ എനിക്കറിയില്ല. ഞാനൊരു സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴൊരു 12,000-ഓളം സഭകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. കേരളത്തിൽ മലയാളം ഡിസ്ട്രിക്റ്റിൽ ഒരു 1000 സഭകൾ ഉണ്ട്. അപ്പം അങ്ങനെ വളരെ വെൽ ഓർഗനൈസ്ഡ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ സമൂഹം. ഇന്ന് സംഭവിക്കുന്ന കാര്യം, ഇവിടെ റോബിൻ ചില ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമൂഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അംഗീകാരം കൊടുത്തു. സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിൻ്റെ ആരംഭമാണ്. ഒരു ലോങ് പ്രോസസ്സാണ്.
മറ്റ് സമൂഹങ്ങൾ ചെയ്യുന്ന പോലെ അസംബ്ലീസ് കൂടെ ചെയ്യില്ല. ഞാൻ അത് ഇച്ചിരി പറയാം. മറ്റൊരു സമൂഹം ഒരു നേതാവ് വന്ന് ആരെയെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ച് ഓർഡൈൻ ചെയ്യുന്ന സമ്പ്രദായം ബാക്കി പല പെന്തക്കോസ്ത് സമൂഹങ്ങളിലും ഉണ്ട്. പക്ഷേ അസംബ്ലീസ് കൂടുതൽ അങ്ങനെയില്ല. ബിക്കോസ് ദിസ് ഇസ് എ ലോങ് പ്രോസസ് ഇൻ ദി അസംബ്ലീസ് ഓഫ് ഗോഡ്. We ordain people only after a long period. We immediately do not ordain people. അത് ബിബ്ലിക്കലാണ്. ആ ബിബ്ലിക്കലായ സംവിധാനത്തിൽ it takes a long time. But this is a beginning of the process. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നത് അദ്ദേഹത്തെ ആ കാര്യത്തിന് വേണ്ടി അസംബ്ലീസ് ഓഫ് ഗോഡ് അപ്രൂവ് ചെയ്ത് he begins with the Assemblies of God Fellowship as a minister. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ I have the backing of the executive committee of the Assemblies of God. കമ്മിറ്റിയിൽ ഒഫീഷ്യലായി പറഞ്ഞ് അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ പോകുന്നിടത്തെങ്ങും സൂപ്രണ്ട് നിലയിൽ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ആക്ച്വലി റൈറ്റ് ഇല്ല. ഞങ്ങളാരും അത് ചെയ്യാറില്ല. ഞങ്ങളുടെ ബാക്കിംഗ് ഞങ്ങളുടെ മുഴുവൻ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയുടെ അപ്രൂവലോടുകൂടെയാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഇസ് എ ലോങ് പ്രോസസ്. ഓർഡിനേഷൻ കിട്ടാൻ ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ്. തുടക്കത്തിൽ വി റെക്കഗ്നൈസ് പീപ്പിൾ ആസ് എ മിനിസ്റ്റർ. എന്നിട്ട് അതിന് സ്വല്പകാലം എടുത്തിട്ട് ഒരു ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യും. അത് ഒരു കാലത്ത് പ്രൊബേഷന് ശേഷമാണ്. ഇഫ് ദർ ഇസ് സർവീസ് ഈസ് ഫൗണ്ട് സാറ്റിസ്ഫാക്ടറി, ദ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് വി വിൽ ഇഷ്യൂ ഈസ് കോൾഡ് ദ ക്രിസ്ത്യൻ വർക്കർ സർട്ടിഫിക്കറ്റ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ദെൻ ആഫ്റ്റർ സം ടൈം അവരുടെ സർവീസ് പുരോഗമിച്ച് അവരുടെ മിനിസ്ട്രി ഞങ്ങൾ വാച്ച് ചെയ്ത ശേഷം the next certificate will be issued, that is called the license to preach certificate. അതാണ് അസംബ്ലീസ് കൊണ്ട് സിസ്റ്റം, ലൈസൻസ് ടു പ്രീച്ച്. അതിൻ്റെ അർത്ഥം അവർ അന്നേരമാണ് പ്രസംഗിക്കാൻ തുടങ്ങുന്നതെന്നല്ല. ബട്ട് ദാറ്റ്സ് ദ നെയിം ഓഫ് ദി സർട്ടിഫിക്കറ്റ്, ലൈസൻസ് ടു പ്രീച്ച് സർട്ടിഫിക്കറ്റ്. അത് കിട്ടിയ ശേഷം പിന്നെ അതിന് പല നിയമങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദ ഫൈനൽ സ്റ്റേജാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ഇൻ ദി അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ്. പക്ഷേ ഇറ്റ്സ് എ പ്രസ്റ്റീജ്, ഇറ്റ്സ് എ ബിഗ് ഓണർ ടു ബി എ മിനിസ്റ്റർ ഇൻ ദി അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ്. കാരണം ദിസ് ഇസ് എ വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ ആൻഡ് എവറിബഡി നോസ് ദാറ്റ് ദിസ് ഈസ് വെരി സ്ട്രിക്ട്ലി ഡൺ, ക്ലോസ്ലി വാച്ച്ഡ്, ആൻഡ് we make sure that the person is fit for ministry. Then only we do these things. Here, we do not know him more closely, but the church certifies that he is fit for the ministry. And one of his friend and mentor is my close associate, Pastor Jomon Kurivula, who was in Bahrain. Just before I came, I had a talk with Jomon, and he was talking to me about Brother Robin and his willingness and his submission to the service. So I have certification from other people as well. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് അദ്ദേഹത്തെ ഈ ശുശ്രൂഷയ്ക്കായി വേദിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ church has a pastor appointed by the Malayalam district. നാട്ടിൽ നിന്ന് വന്നൊരു പാസ്റ്റർ ഇവിടെയുണ്ട്. He is the main pastor for the entire Doha AG. And there is an associate pastor working for the Malayalam department who is Pastor Joseph. അതേ സമയം I understand this church has different departments, language groups. Now, this is the English group, and it's a separate wing, but under the Doha AG. Must make things clear. It's under the Doha AG. It's a separate wing of the the English department. I understand there is a Pakistani church associated to this church, and there is a Nepali congregation as well. അങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സിന് മിനിസ്റ്റർ ചെയ്യാൻ ഈ സഭ തയ്യാറായിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ?
ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വാട്ട് ഡസ് ദിസ് thing that I'm going to do mean? You know, in the book of Acts, chapter 13, verse 1 to 3, പ്രവൃത്തി പുസ്തകം 13 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, that's one of the basis for this. One of the basis. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു രണ്ടുപേരെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാൻ. അവർ രണ്ടുപേരും നേരത്തെ ശുശ്രൂഷയിലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി സൂക്ഷ്മമായി പഠിച്ചാൽ പല പല കാലങ്ങൾ they were in ministry. They were preaching, they were traveling, they were ministering, they were teachers for a long period. But at a point of time, the Holy Spirit spoke to the local church to separate these two men for ministry. The Holy Spirit said. അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. അപ്പം സഭയ്ക്ക് ബോധ്യപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. So that's what we are going to do now. He was doing ministries, doing service in the church, but the church felt that he is called for service, and as a result reported to us the administrative body of the Assemblies of God Malayalam District. And because this is a unit under the Malayalam District, now on behalf of the Executive Committee as a superintendent, I'm going to pray and set him apart for this ministry. പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പിച്ച് പറയണം. ശുശ്രൂഷ എന്നത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. It's not a choice of man. Because you want to do something, you enter into ministry. The Bible does not support it. It's a calling. Calling from God. ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ നിയമനമാണ്. Book of Ephesians, chapter 4 and verse 11. എഫേസ്യ ലേഖനം 4-ാം വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചിരിക്കുന്നു. It's a divine call. Because you are a member of the church, a long-standing member, because you know the Bible, and because you can preach a little bit, does not qualify anybody to be a minister of the church. Please do understand. സഭയിലെ എല്ലാ വിശ്വാസിയും ശുശ്രൂഷയിൽ പങ്കാളികളാക്കണം. ശുശ്രൂഷകരുടെ ജോലി സഭയിലുള്ള എല്ലാവരെയും ശുശ്രൂഷയ്ക്കായി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നെസസറിലി പ്രീച്ചിങ്. It includes every service in the church. Every service. Cleaning the church, putting the chairs, cleaning the bathrooms. Here you don't have to do it because it's all done by the society. Cooking meals, arranging the systems, the choir, the ushers, the volunteers, all of them. These are all ministries. ഇതെല്ലാം ശുശ്രൂഷകളാണ്. അങ്ങനെ ഓരോ ശുശ്രൂഷയിലും എല്ലാവർക്കും പങ്കാളിത്തം കൊടുക്കണം.
അതിന് ജനത്തെ പരിശീലിപ്പിക്കണം. അതാണ് ദി പാർട്ട് ഓഫ് ദ ലീഡർ, ദി റോൾ ഓഫ് ദ പാസ്റ്റർ. പക്ഷേ ചിലരെ ദൈവം ശുശ്രൂഷയ്ക്കായി പ്രത്യേകം വിളിക്കുന്നു. ആ വിളിക്കുന്നവർ മാത്രമേ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. Others support the ministry, cooperate with the pastor and the church. ഞാൻ ഒന്നുകൂടെ പറയുന്നു, every member of the church must have a ministry in the church. Every member, men, women, children, adult, and everybody must have a part in the ministry of the church. അതാണ് സത്യം. അങ്ങനെ ഒത്തിരി പേർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ അണ്ടർസ്റ്റാൻഡിലേക്ക് വന്നിട്ടില്ല. ബട്ട് മിനിസ്ട്രി ഓഫ് ദ ചർച്ച് ഈസ് എ സ്പെഷ്യൽ കോൾ, എ വൊക്കേഷൻ ആൻഡ് എ സെറ്റിംഗ് എ പാർട്ട് ബൈ ദ ചർച്ച്. എന്ന് മാത്രമല്ല, ഇത് മാനുഷിക കഴിവുകളാൽ ചെയ്യേണ്ടതല്ല, ചെയ്യാൻ പാടില്ല. ആത്മാക്കളുടെ കാര്യമല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ആത്മാക്കളുടെ കാര്യം ബുദ്ധി കൊണ്ടെങ്ങനെ ചെയ്യാൻ പറ്റും? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കണം, പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രരാക്കണം. അത് ഏത് ബുദ്ധിമാന് ചെയ്യാൻ പറ്റും? ഏത് പള്ളിക്കുടുത്തി പഠിച്ചവന് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പൂർണ്ണ സ്വാധീനത്തിലും മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. രോഗികളെ സൗഖ്യമാക്കണം, ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. ഹീലിംഗ് ദ സിക്ക്, who can do it? This is not through the medicine, through the medical science. This is by the power of the Holy Spirit. That can be done only by those who are appointed by God, who are anointed by God. So I repeat, this is a calling from God. This needs an anointing from God. God has already touched him, but by praying and setting him apart today, there must be an impartation of special grace for the ministry for which you are going to be appointed. അപ്പോൾ ആ ഒരു കൃപ വരാൻ വേണ്ടിയുള്ള ഒരു സമയം കൂടിയാണ്. So this is a very serious, very solemn service, ministry time. ആ ഗൗരവത്തിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുക്കണം. So it's my pleasure to initiate Brother Robin into this ministry, and I'm going to pray for his family as well, his wife as well. ഈ ശുശ്രൂഷ ഭർത്താവ് മാത്രം ചെയ്യുന്നൊരു ശുശ്രൂഷയല്ല, പുരുഷൻ മാത്രം ചെയ്യുന്ന ശുശ്രൂഷയല്ല. അതിൽ സജീവ പങ്കാളിത്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടാവണം, പരിപൂർണ പിന്തുണ ഉണ്ടാവണം. അവർ രണ്ടുപേരും കൂടിയാണ് ചേർച്ചിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. സജീവമായി അതിലെ സകല അംഗങ്ങളെ സംബന്ധിച്ചുള്ള ഭാരവും അതിലുള്ള ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവണം. ഇൻ എവറി ആസ്പെക്ട്. കേവലം പ്രാർത്ഥന മാത്രമല്ല, മിനിസ്റ്ററിങ് ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. It be men, it be women. His wife also must have a part, an active part. So I will pray for her as well and set them apart for this service. But our certificate will come only for men. Sorry for that. That's how the Assemblies of God, Kerala State, India functions. But she is recognized as a called one, set apart for ministry. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരെ ഏൽപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥനയും ശുശ്രൂഷയും നടത്താൻ. I call upon both of them to come forward now at this time. പ്രിയപ്പെട്ടവരെ, ഈ സഭ
നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ്റെ മുകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവരെ ഇവിടുത്തെ ഇംഗ്ലീഷ് സഭയുടെ ശുശ്രൂഷകരായിട്ട് ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചുമതലക്കാരൻ നിലയിൽ ഞാനവരെ പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനയോട് വളരെ ദൈവഭക്തിയോടെ ഇരിക്കാം. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഈ ദേശത്ത് മറ്റുള്ള ആളുകൾക്ക് സുവിശേഷം കൊടുക്കാൻ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിക്കുന്ന സമയം ദിസ് ഈസ് എ വെരി സീക്രട്ട് ടൈം. ഈ സഭയുടെ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗം നിവർത്തിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ഭക്തിയോടെ, വളരെ ബഹുമാനത്തോടെ, ദൈവമേ ഒരു പ്രത്യേക അനുഗ്രഹം കർത്താവിൻ്റെ ഈ ദാസൻ റോബിൻ ഗീവർഗീസിൻ്റെ മേലും തൻ്റെ ഭാര്യ അനു റോബിൻ്റെ മേലും വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട നേരം. Would you bow your heads? No, you just stay there. സകലരും ഹൃദയങ്ങളെ വണക്കി, തലകൾ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Jesus. Would you kneel down? ഇത് ഇച്ചിരി പുറകോട്ട് മാറ്റും. Jesus. Roshamana haturibigadalasiya. Ujjaprabena rakhanturibigadalarabashya. Jainamaru shikhena madale hasture shandarinke manasiyara. Jesus, Jesus, Jesus. അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് സേവ ചെയ്യാൻ അങ്ങ് ശുശ്രൂഷകരെ വിളിച്ചു, ഇന്നും അങ്ങ് വിളിക്കുന്നു. അങ്ങ് ഈ ദേശത്ത് എഴുന്നേൽപ്പിച്ച ഈ ദോഹ ഏജിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ ശുശ്രൂഷകർക്കായി സ്തോത്രം. സഭയിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം കൃപയുണ്ടായി, നിയോഗമുണ്ടായി വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ആദിമസഭയിൽ ആഹാരം വിളമ്പിക്കൊടുക്കാൻ നിയമിക്കപ്പെട്ട ഫിലിപ്പോസും സ്തേഫാനോസും ഒക്കെ ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് ഉയർന്ന് വലിയ ശുശ്രൂഷകരായി തീർന്നതുപോലെ ദൈവത്തിൻ്റെ നിയോഗവും കൃപയും വന്ന് അങ്ങ് വേർതിരിക്കുന്ന ഈ മക്കൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ദാസൻ ബദർ റോബിൻ അങ്ങയെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. തൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ കൃപ പകർന്നു. അങ്ങയെ അറിയാൻ അങ്ങ് ജ്ഞാനം നൽകി, കൃപ നൽകി. അങ്ങയുടെ വചനം പഠിക്കാൻ അവസരം കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസൻ്റെ ജീവിതവും പെരുമാറ്റവും സേവനവും ഈ സഭയ്ക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ കർത്താവേ, അവരെ അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി പ്രത്യേകം വേർതിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ദിവസം ഈ കുടുംബത്തെ ഞങ്ങൾ തിരുമുൻപാകെ ഉയർത്തി പ്രാർത്ഥിക്കും. സഭയായിട്ട് ഞങ്ങൾ അവരെ തിരുമുൻപാകെ ഉയർത്തുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിലേക്കും അങ്ങയുടെ കൃപയിലേക്കും വിശേഷാൽ അവർ പ്രവേശിക്കേണ്ടതിന് അങ്ങയുടെ നാമനിമിത്തം ഇന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. Spirit of the living God, Jesus, അങ്ങയുടെ അധികാരമുള്ള നാമം ഇന്ന് ഈ ദാസൻ്റെ മേൽ വിശേഷാൽ വരണമേ. അങ്ങയുടെ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി അങ്ങ് കണ്ടിരിക്കുന്ന ഈ ദാസനെ അങ്ങ് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ന് അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഈ അങ്ങയുടെ ദാസനെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ഇവിടുത്തെ സഭയുടെ, ഇംഗ്ലീഷ് സഭയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയ്ക്കും അതിൻ്റെ ശുശ്രൂഷയിലും
ഇന്ന് ഈ ദാസനെ നിയമിക്കുമ്പോൾ വിശേഷ കൃപയുടെ ഒരു പകർച്ച ഈ ദാസൻ്റെ മേൽ ഇറങ്ങി വരണമേ. റമനാഥ രബി ഖദല രബാശ്യ. ഓരോ ദിവസത്തേക്കുമുള്ള നിയോഗം കൊടുക്കണമേ. വചനത്തിൻ്റെ ആഴവും അതിൻ്റെ വെളിപ്പാടും കൊടുക്കണമേ. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അനുഗ്രഹത്തോടെ നടത്തേണ്ടതിന് അങ്ങയുടെ കൃപ നിൻ്റെ ദാസൻ്റെ മേൽ പ്രത്യേകം പകരണമേ. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, കടന്നു വരുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തെ ആത്മാവിൽ വിവേചിച്ചറിയുവാൻ, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് നോളജ്, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് അതോറിറ്റി ഈ ദാസനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ ഈ ദാസനെ ഏൽപ്പിക്കുന്നു. മാനുഷിക പരിമിതികളിലല്ല, അപരിമിതമായ ദൈവകൃപയുടെ വ്യാപാരത്താൽ may this life be touched, be strengthened. May there be an impartation of the special grace for this service coming into this being now. അങ്ങയുടെ മഹത്വത്തിനായി ഏൽപ്പിക്കുന്നു, അങ്ങയുടെ ശക്തിക്കായി ഏൽപ്പിക്കുന്നു. പിതാവേ, ഈ നിൻ്റെ മകളെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ നിൻ്റെ ദാസനോടുകൂടെ ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ, പിന്തുണ കൊടുക്കാൻ, സഹായം കൊടുക്കാൻ ഈ നിൻ്റെ ദാസിയെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. ഒരു വിശേഷ കൃപ ഇന്നു മുതൽ ഈ ദാസിയുടെ മേൽ വസിക്കട്ടെ. ഒരമ്മയുടെ ഹൃദയം ഉൾക്കൊടുക്കണമേ. കരുതുന്ന, ചേർത്ത് പിടിക്കുന്ന, ജീസസ് കൃപയും പാട്ട് ചെയ്യുന്ന ഒരനുഗ്രഹം ഇന്ന് ഈ ദാസിയുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക വരവും, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാനുള്ള ശക്തിയും വിശ്വാസവും ബലവും ഈ ദാസിയുടെ മേലിറങ്ങി വരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി ഭരമേൽപ്പിക്കുന്നു. അവരുടെ മക്കളെ രണ്ടുപേരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെ മേലിരിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് ദൈവമേ അവരെ കൂടി സഹായികളായി എപ്പോഴും നിർത്തണമേ. അവർ കൊടുത്തിരിക്കുന്ന കൃപകളുണ്ടല്ലോ, ആ കൃപകളെല്ലാം ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കപ്പെടേണ്ടതിന് മക്കളെ ഒരുക്കണമേ. ലോകം അവരെ തൊടാതെ, പിശാചിൻ്റെ ഒരു ചരക്കും അവരുടെ ജീവിതത്തിൽ വിറ്റഴിക്കാൻ സമ്മതിക്കാതെ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് കാക്കണമെന്നും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിക്കും മഹിമയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ കൃപയും മക്കളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വപ്രകാരം ഈ മക്കളെ ഉപയോഗിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യു മേ സ്റ്റാൻഡ് അപ്പ്. അസംബ്ലീസ് കോഡ് സമൂഹത്തിൻ്റെ എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്താൽ I install you as the pastor of the English department of this Doha age. May the grace of God come upon you, Anu, in a glorious way, and may God use you. I welcome you. Let's go. Would you all please rise? എഴുന്നേൽക്കാമോ എല്ലാവരും? ചേർന്നൊരു പാട്ടിൻ്റെ ചില വരികൾ പാടി ശുശ്രൂഷ ബാക്കി പാസ്റ്റർ കയ്യിൽ പരമേൻ. You stay there. ക്രിസ്തൻ യോഗമാകുവാ സൈന്യത്തിൽ ചേർന്ന് പാടൂ. ദിവ്യവിളിക്കു ഞാൻ ദൈവാത്മശക്തിയാൽ ക്രിസ്തൻ യോഗമാകുവാ ചേർന്ന സൈന്യത്തിൽ
വിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയിൽ നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ എൻ ക്രൂശു ചുമന്നിടുവാൻ ഇല്ലോരു ലജ്ജയോ എൻ പേർക്കു കഷ്ടപ്പെട്ടു താൻ എന്നെന്നും ഓർത്തിടും എൻ ക്രൂശു ചുമന്നിടുവാൻ ഇല്ലോരു ലജ്ജയോ എൻ പേർക്കു കഷ്ടപ്പെട്ടു താൻ എന്നെന്നും ഓർത്തിടും നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ. Amen. Jesus. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ ദാസന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായി സഹശുശ്രൂഷകനായി നിൻ്റെ ദാസൻ പ്രവർത്തിക്കുന്നുവല്ലോ. ശുശ്രൂഷയുടെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, വിശുദ്ധ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേക ഒരു അനുഗ്രഹവും ഒരു കൃപയും ഒരു വരവും എന്നീ ദാസൻ്റെ മേൽ വരേണ്ടതിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. Spirit of the Lord, Lukurubushamara, Likarabasantinibicotidibicasia. A Spirit, let there be a special impartation from your Holy Spirit to handle holy things, holy ministries. അങ്ങയുടെ മഹത്വം കൊണ്ട് ഈ ദാസനെ സന്ദർശിക്കണമേ. അങ്ങയുടെ നാമത്തിനായി ഈ ദാസനെ ഉപയോഗിക്കണമേ. അങ്ങയുടെ ശക്തിയിലേക്കും അങ്ങയുടെ കൃപയിലേയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവിക ദാനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കൃപ കൈക്കൊള്ളൂ. ആത്മശക്തിയുടെ വ്യാപാരത്തിൻ്റെ കീഴിൽ ജീവിക്കൂ. അമാനുഷികമായ ദൈവസാന്നിധ്യവും കൃപയും ഈ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന് ദൈവമേ അങ്ങയുടെ ആത്മാവിൻ്റെ പ്രത്യേക പകർച്ച അയക്കണമേ. ആൻഡ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടുത്തെ വിശുദ്ധനാമ നിമിത്തം ഈ സഭയുടെ മേൽ കൃപയിരിക്കണമേ,
ഈ ജനത്തിൻ്റെ മേൽ കൃപയിരിക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ സന്ദർശിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. You may go back to your seat. ചില നിമിഷങ്ങൾ ദയവായിട്ട് നിങ്ങളിരിക്കാം. ഫെലിസിറ്റേഷനായി ഓരോ മിനിറ്റ് വേർതിരിക്കുന്നു. ആദ്യം സൂമിലൂടെ ഇതിൽ ചിലരുടെ പേര് തന്നിട്ടുണ്ട്. ഫെലിസിറ്റേഷൻ പറയാൻ ഓരോ മിനിറ്റ് ദയവായി 1 മിനിറ്റ് മാത്രമേ എടുക്കാവൂ. നമ്മൾ സമയം സന്തോഷ് ജോൺ സാർ ഉണ്ടോ? സന്തോഷ് ജോൺ സാർ ഇല്ലെന്ന് തോന്നുന്നു. പാസ്റ്റർ ജോമോൻ AGMDC ചെയിൻ പ്രയർ നമ്മൾ 24 hours ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് കർത്താവിൻ്റെ ദാസനാണ്. ചില വാക്കുകൾ ആശംസയായി കർത്താവിൻ്റെ ദാസൻ പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട സാറ്, സജി പാസ്റ്റർ, മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവാദനം. ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ചില വർഷങ്ങൾക്ക് മുന്നേ കുവൈറ്റിൽ നിന്ന് ഒരു വാർ റൂമിലോട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ബഹ്റിനിൽ അഭിഷേകം പ്രാപിക്കുവാനും അത് തന്നെ ശുശ്രൂഷയിലേക്ക് എക്യുപ്പ് ചെയ്യുവാനും ഇടയായി. ഇന്ന് ഞാൻ ഓർക്കുന്നു, ബഹ്റിനിലുള്ള അനേക ക്യാമ്പുകളിൽ സുവിശേഷ ആത്മാവോടുകൂടി എരിവോടുകൂടി കടന്നു പോകാൻ ദൈവത്തിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. പ്രത്യേകിച്ച് പരുമല പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്ത് സുവിശേഷവുമായി നിന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്കായിട്ട് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ജെറമ്യാ പ്രവചനം 51 അധ്യായം 20 എന്റെ വെൺമഴവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകും. ഞാൻ നിന്റെ ജാതികളെയും നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. യു ആർ മൈ ബാറ്റിൽ ആക്സ് ആൻഡ് വെപ്പൺസ് ഓഫ് വാർ. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ഒരു പടയാളിയായി നിന്നുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ഉണർവിൽ പ്രിയ ദൈവത്തിന്റെ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തന്റെ വിളിയെ തിരിച്ചറിഞ്ഞ സഭയെ ആ അംഗീകാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റിയെ സ്തോത്രവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നേപ്പാളി ചർച്ചിനെ പ്രതികരിച്ച് ബ്രദർ ബൽറാം, പ്ലീസ് ടേക്ക് 1 minute for felicitation. After that, Pastor Isaac from Urdu Church. Praise the Lord. Jai Masih ki sab log ko. I greet you all in the majesty name of the Lord Jesus, Savior Jesus Christ. First of all, I want to say that thank you, respected Pastor, inviting me and giving me this the time on here in the conference on your greetings. We all care here in this blessed redemption service. We all have the acknowledgement that the God has chosen us the respected Robin Shaw has his glorious ministry. Respected Shaw and the people of Doha as the Nepali church, and from my personal side, I want to say the congratulations of prayers will be the always for that the God amen on the faithless and help you on the be the faithful in His ministry. May God reward in the according to all the faithfulness. Thank you. May God bless you. Amen.
Shalom, praise the Lord. I'm more than happy to be a part of this ordination ceremony. Honorable Reverend Pastor T.J. Samuel and Senior Pastor Sajibi, Pastor Joseph, and Brother Robin, Pastor Abraham. Thanks for giving me the opportunity to come up on the stage and share some greetings, wishings to all of you. One verse I will recite, Matthew chapter 9, verse 35 to 38. Then he said to his disciples, "The harvest is abundant, but the laborers are few. So ask the master of the harvest to send out laborers for his harvest." Amen. Congratulations on your ordination on behalf of my church, myself, Brother Emmanuel and his family, Brother Nadeem and his family. I wish you congratulations once again. May the Holy Spirit guide your steps and illuminate your path as you answer the divine call to serve. Amen. God bless you. Brother Prince from English Church, come forward and take a little time for felicitation. Praise the Lord, church. I'm happy to be in your midst this morning. There was a time when this English church started, and we were worship at Street 47, and Eda Rubin prophesied how we were worshiping, dancing, clapping, and jumping all around. In fact, that is how we Africans, we worship. And we were worship on the rooftop. So he was wondering. He was thinking maybe the roof can even break down. So when he stood up talking, he said it is his prayer that one day we got a place of worship. There we can dance, we can jump, we can do all sorts of things we want. And by God's grace, we got that praise. That time there were no instruments, but now we have instruments to worship. So I thank God, and we congratulate him to be our pastor. We said, may God give you power, strength to move on, to lead us as an English church. God bless you, Pastor. Amen. WMCയെ പ്രതിനിധീകരിച്ച് പ്രിൻസി ഒരു വാക്ക് പറയും. സൺഡേ സ്കൂളിൽ ബൈജു ബ്രദർ ഒരു വാക്ക് പറയും. ചർച്ചിനെ പ്രതിനിധീകരിച്ച് ജോബി ബ്രദർ ഒരു വാക്ക് പറയും. ലാസ്റ്റ് ഔട്ട് ഓഫ് താങ്ക്സും ചില വാക്കുകൾ പറയാൻ സെക്രട്ടറി എബ്രഹാം ബ്രദർ മുന്നോട്ട് വരും. കർത്താവിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മസാന്നിധ്യത്തിൻ്റെ നിറവിൽ ഈ ഒരു ശുശ്രൂഷ ഇവിടെ ചെയ്തെടുപ്പാൻ കർത്താവ് അടിയങ്ങളെയും ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. നൽകിയ എല്ലാ സാഹചര്യങ്ങൾക്കായും കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ റോബിൻ ബ്രദറിനെയും ഫാമിലിയെയും കണ്ട നാൾ മുതൽ അവരിലുള്ളൊരു സുവിശേഷ താല്പര്യം തിരിച്ചറിയാൻ, ആത്മീയ മർമ്മങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ അറിവിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ, പരസ്പരം ആത്മലോകത്തിലെ യുദ്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അവരിലുള്ള ദൈവിക വെളിച്ചം, സുവിശേഷ വേലയെക്കുറിച്ചുള്ള അവരുടെ ദർശനം തിരിച്ചറിയാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ കൂടുതൽ സാഹചര്യങ്ങളും അവസരങ്ങളും ദൈവം അവർക്ക് നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പോർക്കളത്തിൽ നല്ല പടയാളികളായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള ദൈവശബ്ദം കേൾക്കുമ്പോൾ ചില ആത്മാക്കളുമായി കർത്താവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആ കുടുംബത്തെ ദൈവം ഒരുക്കട്ടെ. അവർ എടുത്തു വച്ചിരിക്കുന്ന വലിയ അഡ്വഞ്ചറസും ഡേഞ്ചറസും എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും സകലത്തെയും നിറയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ഫുൾനെസ്സിൽ നിന്ന് നിറവ് പ്രാപിച്ച് അവർ കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കട്ടെ. വളരെ റിസ്ക്കുള്ള ദൈവസന്നിധിയിൽ വളരെ പരിഭാവനതയോടെ സൂക്ഷിക്കേണ്ട ഈ പ്രത്യേക നിയോഗം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യാൻ
ആ കുടുംബത്തെ സഹായിക്കട്ടെ. എല്ലാ സഹോദരിമാരുടെയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കാം. ഇത് ദൈവത്തിൻ്റെ കൃഷി, നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ. ദൈവനാമത്തിന് സ്തോത്രം. അൺവേവറിങ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഈ രണ്ട് വാക്ക് എനിക്ക് റോബിൻ ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ 9 വർഷത്തോളം നമ്മുടെ സഭയിലെ സജീവ അംഗമാണ് അദ്ദേഹം. മിഷൻസിനോടുള്ള ബന്ധത്തിൽ അചഞ്ചലമായ സമർപ്പണമാണ് റോബിൻ ബ്രദറിനുള്ളത്. ദൈവം അത് അവർക്ക് നീതിയായിട്ട് കണക്കിടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അനു സിസ്റ്റർ വളരെ സപ്പോർട്ടാണ് അനു സിസ്റ്റർ കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടോ, വളരെ ക്വാളിറ്റി ഫാമിലി ടൈമാണ് റോബിൻ ബ്രദർ. ഈ സഭായോഗം കഴിഞ്ഞ് ഉടനെ തന്നെ 11 മണിക്ക് പോയി ആണ് അന്ന് ഇംഗ്ലീഷ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വൈകിട്ട് പലപ്പോഴും അവരുടെ ക്വാളിറ്റി ഫാമിലി ടൈം കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ പ്രവർത്തനത്തിന് വേണ്ടി, മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട 2 അധ്യാപകരാണ് റോബിൻ ബ്രദറും അനു സിസ്റ്ററും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൺഗ്രാജുലേഷൻസ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൗൺസിലിങ്ങും നിങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷയിൽ കുടുംബവുമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. Praise Lord, I thank this wonderful opportunity that the church has given me to say a word of felicitation. I first of all want to thank Reverend Pastor Uncle, Teacher Samuel Uncle for the clarity that he has given on this particular occasion. It was very helpful. On behalf of the church committee, I just want to say that the church recognized that the changing demography in this land is such that there is a need of ministry among a certain, few fellowships, few language-speaking, that we identified among the African community, and it is because the Malayalam church is equipped that the missions were able to do this ministry, and this is the English congregation is a offspring or a result of that mission work. It's because there is a group of people, there is a church that is praying for the missions, and that is the result of this particular congregation. Robin brother, he's like an elder brother to me from the time he came from Bahrain. We have that commonality that we were in the same church in Bahrain. He and his family is a model for my generation. He's consistent, his steadfastness, his hurry to preach the word, to share the good news, rubbed off on many people, on many brothers in the mission team, and I am most glad to witness this. Even the previous day, though I'm wary, I was on the back foot about the ministry as such, but because it is among the African community who is very naive, but who has a heart for God, and their needs are much. And the ministry is very, very demanding. So, but Robin brother has he has the dedication, the steadfastness, and I thank the Lord for putting that burden in his heart. And I'm sure it will be a blessing to this church, blessing to the land. And on behalf of the church committee, we want to say that we will support you. The church will support you. And that is a call for everybody else in the church to be participating in the ministry of the church. I give all the glory and honor to Jesus. പ്രിയ സഹോദരങ്ങളെ, ദേവദാസൻ്റെ അനുവാദത്തോടെ ആദ്യം ഒരു ആശംസയായിട്ടും ദേവദാസനെ പ്രിൻസ് ഓർപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ തുടക്കം ബൈഷാൻ ഓർപ്പിച്ചതുപോലെ സസ്റ്റെയിൻ ചെയ്യുന്ന അൺവേവറിങ് ആയിട്ടുള്ള സപ്പോർട്ട് ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ്. ദേവദാസൻ ഓർപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് അതൊരു നിയോഗമാണ്, അത് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ജീവിതം, പെരുമാറ്റം, സേവനം, അത് സഭയ്ക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പ്രിയ റോബിൻ ബ്രദറിനെ ഒരു സഭാ ശുശ്രൂഷകനായി ദോഹൈജി ചർച്ചിൻ്റെ പാസ്റ്ററായി നിയമിക്കുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ അദ്ദേഹത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ആ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. വിശേഷാൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ദൈവം വലിയ ശക്തിയോടെ നമുക്കിപ്പോൾ അതിൽ 100-ലധികം സഹോദരങ്ങളുണ്ട്. നമുക്ക് ഒന്ന് പ്രവർത്തിച്ചാൽ
ഒത്തിരിയേറെ സഹോദരങ്ങൾ അവിടെ വരാനായിട്ടുണ്ട്. 200, 250, 300, 400, 500 ആകാൻ അത് ചില മാസങ്ങൾ മാത്രം മതി. പക്ഷേ നമുക്ക് പരിമിതികളുണ്ട്. നാം പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അതിനെ സഹായിക്കട്ടെ. അതിനുള്ള റിസോഴ്സസ് എല്ലാം കർത്താവ് തരട്ടെ. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ ഒരു സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, ഈ ചർച്ച്, അവിടെ ഒരു ആഫ്രിക്കൻ സഹോദരൻ പറഞ്ഞത്, ഈ ചർച്ച് ഞാനിവിടെ വന്നപ്പം ചർച്ച് പോലും ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഈ ചർച്ചിലോട്ട് വന്ന് തുടങ്ങിയതിന് ശേഷം ഈ ചർച്ചാണ് എനിക്ക് ജീവൻ തന്നത്, ജീവൻ നൽകിയൊരു ചർച്ച് എന്ന് പറഞ്ഞ് ഓരോ ആഴ്ചകളിലും അവിടെ ജീവൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അതോടൊപ്പം നന്ദി. ഞങ്ങൾ വിശേഷാൽ നമ്മുടെ പ്രിയ ദേവദാസൻ, പ്രിയ ടീച്ചർ ശമുൽ സാറ് കഴിഞ്ഞ നമുക്കറിയാം ഷോർട്ട് പീരീഡിൽ തന്നെ അദ്ദേഹം ഇവിടെ വന്നു. നമ്മുടെ 2 ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുത്തു. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി പ്രിയ 2 ശുശ്രൂഷകന്മാരെയും അതിന് വേണ്ടുന്ന നിലകളിൽ വ്യക്തമായി പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തി അത് ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുത്തു. പ്രിയ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത എല്ലാ വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞാനത് എഴുതി വെച്ചു, റൺ ഫാസ്റ്റ് അറ്റ് ദ ഫിനിഷിംഗ് പോയിന്റ്. അത് ഞങ്ങൾക്കും ഒരു പ്രചോദനമാണ്. നന്നായി കർത്താവിന് വേണ്ടി ഓടുവാൻ, ഓട്ടം തികപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ സഭയായി, നിങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ, ദൈവസഭകളെ ഒക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്നായി ചെയ്യുവാൻ, ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വമുള്ള നന്ദിയും ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു.